പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഗ്രീക്ക് ഫിലോസഫിയിൽ സ്നേഹത്തെ 7 തരങ്ങളായിട്ട് പറയപ്പെടുന്നു. 7 തരങ്ങളായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ലോകത്തെ ഏറ്റവും ശക്തമായ ഒന്നാണല്ലോ സ്നേഹം. സ്നേഹത്തിന് വിവിധ ഭാവങ്ങളുണ്ട്. ഇന്ന് നമുക്ക് പരിചയപ്പെടാം സ്നേഹത്തിൻ്റെ 7 ഭാവങ്ങൾ. ഗ്രീക്ക് ഫിലോസഫി പറയുന്ന 7 തരങ്ങൾ. ഫസ്റ്റ് വൺ, ഇറോസ്. അട്രാക്ഷൻ, ആകർഷണം. അതിൻ്റെ ഗ്രീക്ക് ദേവനാണ് ഇറോസ്. നിങ്ങളൊരു വ്യക്തിയിൽ ഫിസിക്കലായി അട്രാക്ട് ചെയ്യപ്പെട്ടതിന് ശേഷം ഉടലെടുക്കുന്നത്, ആ ഒരു ഫിസിക്കൽ അട്രാക്ഷനിൽ നിന്ന് ഉടലെടുക്കുന്ന ആഗ്രഹത്തെയോ സ്നേഹത്തെയോ ആണ് ഇറോസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇറോസ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഒരു യൂത്ത് പീരീഡിലാണ്. ഇറോസ് എന്നത് വളരെ പവർഫുൾ ആണ്, അതേപോലെ തന്നെ ഭയങ്കര ഡേഞ്ചറസ് ഫോം ഓഫ് ലവ് എന്നാണ് ഗ്രീക്ക് ഫിലോസഫി പറയുന്നത്. ബിക്കോസ് അതിന് നിങ്ങളെ തന്നെ സ്വയം നശിപ്പിക്കാനുള്ള ഒരു ശക്തിയുണ്ട്. സെക്കൻഡ് വൺ ഈസ് ഫീലിയ. നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരങ്ങളോടോ സഹോദരിമാരോടോ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനോടോ ഒക്കെ തോന്നുന്ന ഒരു സിൻസിയർ ആയിട്ടുള്ള ആ ഒരു സ്നേഹത്തെയാണ് ഫീലിയ എന്ന് വിശേഷിപ്പിക്കുന്നത്. വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു സ്നേഹമാണ്. ഒരു വ്യക്തിയെ മനസ്സിലാക്കുന്നു, ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു, തിരിച്ചും അവരിൽ നിന്നും ആ ഒരു ബഹുമാനവും സ്നേഹവും അംഗീകാരവും ഒക്കെയും കിട്ടുന്ന നിമിഷത്തിലുണ്ടാവുന്ന ആ ഒരു സ്നേഹമാണ് ഫീലിയ എന്നറിയപ്പെടുന്നത്. ലൂഡസ്, പ്ലേഫുൾ ലവ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇത് 2 പേർ തമ്മിൽ ഒരു ഡീപ്പായിട്ട് കണക്ഷൻ ഉണ്ടായ ഒരു അവസ്ഥയല്ല പറയുന്നത്. ഇത് ഇപ്പോൾ ജസ്റ്റ് എക്സാമ്പിളിൽ പറയുകയാണെങ്കിൽ, ഒരു പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞവരിൽ അല്ലെങ്കിൽ ഒരു പുതിയൊരു കപ്പിൾസിൻ്റെ ഇടയിൽ വളരെ എക്സൈറ്റ് ആയിട്ടുള്ള ആ ഒരു ഫസ്റ്റത്തെ ഒരു എക്സൈറ്റ്മെൻറ്റ്, ആ ഒരു പ്ലഷർ, ആ സമയത്ത് ഉണ്ടാകുന്ന കുറേ കുഞ്ഞു ആക്ടിവിറ്റീസ്, ആ സമയത്ത് ഉണ്ടാകുന്ന കുറേ കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും കിട്ടുന്ന ഒരു ഡോപ്പമിൻ റൈസിങ്, അതിനൊക്കെയാണ് ലൂഡസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഫോർത്ത് വൺ ഈസ് പ്രാഗ്മ. എവർ ലാസ്റ്റിംഗ് ലവ് എന്നാണ് പറയുക. ദീർഘമാകുന്ന ഒരു സമയത്തിൽ നിന്ന് ഉടലെടുത്ത ഒരു സ്നേഹത്തെയാണ് പ്രാഗ്മ എന്ന് വിശേഷിപ്പിക്കുക. ഒരു വലിയ കാലയളവിൽ 2 പേരിൽ നിന്നും ഉടലെടുത്ത ആ ഒരു സ്നേഹത്തെ, ആ ഒരു റെസ്പെക്റ്റിനെ, ആ ഒരു കമ്മിറ്റ്മെൻറ്റിനെ ഒക്കെയുമാണ് പ്രാഗ്മ എന്ന് വിശേഷിപ്പിക്കുക. പ്രാഗ്മയായി ഉടലെടുത്ത സ്നേഹം ദീർഘകാലം നിലനിൽക്കും. ഫിഫ്ത്ത് വൺ ഈസ് അഗാപ്പെ. അഗാപ്പെ എന്നാൽ നിങ്ങൾ നിങ്ങളെ തന്നെ മറന്ന് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളൊന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ, ഒന്നിനെയും ജഡ്ജ് ചെയ്യാതെ നിങ്ങൾക്കൊരാളെ സ്നേഹിക്കാനും അവരെ സഹായിക്കാനും പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു സ്നേഹത്തെയാണ് അഗാപ്പെ എന്ന് പറയുന്നത്. വൺ ഓഫ് ദ ഡിവൈൻ ഫോം ഓഫ് ലവ് ആണ്. വളരെ ദൈവികമാകുന്ന ഒരു ഫോമാണത്. അഗാപ്പെ ഉടലെടുക്കുന്ന ഹൃദയം വളരെ ക്വാളിറ്റി ഉള്ള ഒരു സോളായിരിക്കും. സിക്സ്ത് വൺ ഈസ് ഫിലോഷ്യ, സെൽഫ് ലവ്. ഓരോ വ്യക്തിയിലും വേണ്ട ഏറ്റവും ഡിവൈൻ ആയിട്ടുള്ള ഫോം ഓഫ് ലവ് ആണ് സെൽഫ് ലവ്. നിങ്ങളുടെ സ്നേഹം ആരംഭിക്കേണ്ടത് നിങ്ങളിൽ നിന്ന് തന്നെ ആയിരിക്കണം. നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങളെ അംഗീകരിക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങളെ കുറവുകളെയും കഴിവുകളെയും എല്ലാത്തിനെയും വിത്ത് ജഡ്ജ്മെൻ്റ് ഇല്ലാതെ നിങ്ങൾക്ക് അതുപോലെ തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നിങ്ങളെ തന്നെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ട്. അവയെല്ലാമാണ് ഫിലോഷ്യ എന്ന് വിശേഷിപ്പിക്കുന്നത്. ലാസ്റ്റ് വൺ ഈസ് സെവൻത്ത് വൺ ഈസ് ടോർച്ചർ. ഒരു അമ്മയ്ക്ക്, ഒരു അച്ഛന് മക്കളോട് തോന്നുന്ന സ്നേഹം, അവർക്ക് വേണ്ടി അവർ ചെയ്യുന്ന ത്യാഗങ്ങൾ, തൻ്റെ മക്കളോട് ക്ഷമിക്കാനും സ്നേഹിക്കാനും അംഗീകരിക്കാനും ഒക്കെയും പറ്റുന്ന ആ ഒരു ദിവ്യമാകുന്ന ഒരു അമ്മയ്ക്ക് മക്കളോട് തോന്നുന്ന ഒരു സ്നേഹമല്ലേ, അതിനെയാണ് ടോർച്ച് എന്ന് വിശേഷിപ്പിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഡെവലപ്പ് ചെയ്യേണ്ടത്, നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ടത് അഗാപ്പയും ഫിലോഷ്യയും പോലെയുള്ള ലവുകളാണ്. സെൽഫ്ലെസ് ആയ ലവ്, ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ, ഒന്നും ജഡ്ജ് ചെയ്യാതെ, നിങ്ങൾക്ക് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അങ്ങനെ ഒരു സ്നേഹത്തെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ക്വാളിറ്റി ഉള്ളൊരു വ്യക്തിയാണ്. വളരെ സോൾ കൊണ്ട് വളരെ ക്വാളിറ്റി ഉള്ളൊരു വ്യക്തിയാണ്. നിങ്ങൾ അത്രയ്ക്കും വൈബ്രേഷൻ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതേപോലെ തന്നെ ഫിലോഷ്യ, സെൽഫ് ലവ്. നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റണം, നിങ്ങളെ അംഗീകരിക്കാൻ പറ്റണം, നിങ്ങളെ കുറവുകളെയും കഴിവുകളെയും എല്ലാത്തിനെയും. അങ്ങനെ ഒരു നിമിഷത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഈ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി അനുകൂലമായി എല്ലാം ഒരുക്കും.
ലോ ഓഫ് അട്രാക്ഷൻ, സ്പിരിച്വാലിറ്റി എന്ന് തുടങ്ങിയ വിഷയങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്ന ഞങ്ങളുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവാൻ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് വഴി ജോയിൻ ചെയ്യാവുന്നതാണ്.